ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ നമ്മൾ നോക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് 1ലെ ആദ്യ ചാപ്റ്ററാണ് ഹാഫ് എ ഡേ. ഹാഫ് എ ഡേയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ അതിനെ തുടർന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ്സാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പം നമുക്ക് നോക്കിയാലോ. ഹാഫ് എ ഡേയിലെ നമ്മൾ ഇന്ന് നോക്കുന്നത് ലെറ്റ്സ് റിവൈൻഡിൻ്റെ ഉത്തരങ്ങളാണ്. ലെറ്റ്സ് റിവൈൻഡ് ചോദ്യോത്തരങ്ങളുടെ അതുപോലെ തന്നെ മലയാളം മീനിങ് ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മളിതിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കത് അവൈലബിൾ ആയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമ്മളതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നോക്കാം. ലെറ്റ്സ് റിവൈൻഡ്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഗോ ഇൻ ബൈ യുവർ സെൽഫ്, വൈ ഡസ് ദ ഫാദർ സേ സോ? നീ തന്നെ അകത്തേക്ക് കയറുക, എന്തുകൊണ്ടാണ് ആ അച്ഛൻ അങ്ങനെ പറയുന്നത് എന്നാണ്, ആ പിതാവ് അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? ഉത്തരം, the father says so because he and the narrator, who is his son, reached the school gate. The father wants the boy to enter the school and mingle with the boys and girls standing there. അപ്പോൾ ഈ അച്ഛനും മോനും സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എത്തുന്നു. അച്ഛൻ്റെ ആവശ്യം എന്തായിരുന്നു? മകൻ ഒറ്റയ്ക്ക് അകത്ത് കയറി അവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യണം എന്നതായിരുന്നു. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദി നറേറ്റേഴ്സ് ഫാദർ എൻകറേജ് ഹിം ആസ് ദേ റീച്ച് സ്കൂൾ? അപ്പോൾ നറേറ്ററിൻ്റെ അച്ഛൻ സ്കൂളിനടുത്ത് എത്തിയപ്പോൾ എങ്ങനെയാണ് അവനെ എൻകറേജ് ചെയ്യും, പ്രേരിപ്പിക്കുക? നീ അകത്തേക്ക് പോ എന്ന് പറഞ്ഞിട്ട് ഇവനെ പ്രേരിപ്പിച്ചത് എന്ത് പറഞ്ഞാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത്, the narrator's father encourages him as they reach school by telling him that the school is not a place of punishment. അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻറ്റിനുള്ള പ്ലേസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻകറേജ് ചെയ്യുന്നത്. ഓൾസോ സേസ് ദാറ്റ് ദ സ്കൂൾ ഇസ് എ ഫാക്ടറി വിച്ച് മേക്സ് ചിൽഡ്രൻ യൂസ്ഫുൾ പീപ്പിൾ ആൻഡ് ഹെൽപ്സ് ദം ഗ്രോ അപ്പ്. അപ്പോൾ പിന്നെ പറയുന്ന കാര്യം എന്താണ്? സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? പണിഷ്മെൻറ്റിനുള്ളൊരു സ്ഥലമല്ല. അതുപോലെ തന്നെ സ്കൂൾ ഒരു ഫാക്ടറിയാണ്. അവിടെ കുട്ടികളെ യൂസ്ഫുൾ പീപ്പിൾ ആക്കിയിട്ട് മാറ്റുകയും അവരെ ഗ്രോ അപ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്ലേസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഇനീഷ്യൽ റിയാക്ഷൻ ഓഫ് ദ അതർ ചിൽഡ്രൻ അറ്റ് സ്കൂൾ ടു ദ ബോയ്? അപ്പോൾ ആദ്യം അവൻ കയറി ചെല്ലുന്ന സമയത്ത് സ്കൂളിനകത്തുണ്ടായിരുന്ന കുട്ടികളുടെ പ്രതികരണം, ഫസ്റ്റ് പ്രതികരണം എന്തായിരുന്നു എന്നാണ്. ഉത്തരം, ചിൽഡ്രൻ ലുക്ക്ഡ് ദ ബോയ് ആണ്, ബോയ്സ് വേണ്ട. Curiously, he did not know any boy or girl there. None of them knew him. He felt like a stranger. അപ്പോൾ കുട്ടികൾ ഇവനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കി. അവൻ അവിടുത്തെ ബോയ്സിനെയോ ഗേൾസിനെയോ ആരെയും അറിയില്ലായിരുന്നു, അവർക്കും ഇവനെ അറിയില്ലായിരുന്നു. അവനൊരു സ്ട്രേഞ്ചർ ആയിട്ട് ഫീൽ ആവുകയാണ്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ വിമൺ റീഅഷ്യൂർ ദ ചിൽഡ്രൻ ഓൺ ദിയർ ഫസ്റ്റ് ഡേ? ആദ്യ ദിവസം എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ആ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം, the women reassures the children on their first day by telling them that this was their new home. എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. there were mothers and fathers. ഇവിടെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. അതായത് അച്ഛനമ്മമാർ സ്വന്തം അല്ല, അവിടെയുള്ള സാറുമാരും ടീച്ചർമാരും ഒക്കെ അവരെ അതുപോലെ കാണാമെന്നാണ് പറയണത്. there was everything to enjoy and useful to get knowledge and life. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നോളേജും ഇവിടെ നിന്ന് ലഭിക്കും അങ്ങനെ പറയുന്നുണ്ട്. സോ ദ ചിൽഡ്രൻ ഷുഡ് ഡ്രൈ ദെയർ ടിയേഴ്സ് ആൻഡ് ലുക്ക് ഹാപ്പി. അപ്പോൾ അവരവരുടെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഹാപ്പിയായി. അടുത്ത ചോദ്യം, വാട്ട് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ചിൽഡ്രൻ? ഏതൊക്കെ സബ്ജക്ട്സും ആക്ടിവിറ്റീസുമാണ് കുട്ടികൾക്ക് അവിടെ അവർ പരിചയപ്പെടുത്തിയത്? ഉത്തരം, ദേ ഹാഡ് ദെയർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ആദ്യം അവർക്ക് ഭാഷയാണ് പരിചയപ്പെടുത്തുന്നത്. ദേ സ്റ്റഡീഡ് ജിയോഗ്രഫി ആസ് ദേ സോ ദ ഗ്ലോബ് വിത്ത് വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്. ആദ്യം അവർ ജിയോഗ്രഫിയാണ് പഠിച്ചത്. അതുപോലെ തന്നെ അവർ ഗ്ലോബ്, നമ്മുടെ
ഗ്ലോബ് നിങ്ങൾക്ക് അറിയാലോ, ഗ്ലോബിൽ ഭൂഖണ്ഡങ്ങൾ, കോണ്ടിനെൻസിൻ്റെയും കൺട്രീനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അതിൽ കാണിച്ചു കൊടുത്തു. ദേ ലേൺ നമ്പേഴ്സ് ലേൺ ചെയ്തു. ദേ പ്ലേഡ് ഡിഫറെൻറ്റ് ഗെയിംസ്, വ്യത്യസ്തമായിട്ടുള്ള ഗെയിമുകൾ കളിച്ചു. ദർ വർ സ്വിങ്സ് ആൻഡ് വോൾട്ടിംഗ് ഹോസ് ആൻഡ് ബോൾ ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു. ദേ ലേൺ ടു മേക്ക് ഫ്രണ്ട്സ്, ടു പ്ലേ ആൻഡ് ടു ഇൻക്രീസ് ദെയർ വെൽത്ത് ഓഫ് നോളേജ്. അടുത്ത ചോദ്യം, വൈ ഡസ് ദ നറേറ്റർ ഫീൽ എ സെൻസ് ഓഫ് കണ്ടൻമെൻറ്റ് ആൻഡ് ബിലോങ്ങിങ് വൈൽ അറ്റ് സ്കൂൾ? സ്കൂളിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നറേറ്ററിന് സംതൃപ്തിയും സന്തോഷവും തോന്നുന്നത്? ഉത്തരം, the narrator feels a sense of contentment and belonging while at school because he submitted to the facts and this submission brought him contentment. The school had a rich variety. അതായത് അവനെ തന്നെ അവിടെ എന്ത് ചെയ്തിരുന്നു, ഓക്കെ ഇനി എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പഠിച്ചെടുക്കുക, സബ്മിറ്റ് ചെയ്യണം, സ്വയം അവിടെ സമർപ്പിച്ചു അല്ലേ. സ്കൂളിൽ പിന്നെ റിച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് ഗെയിംസ് ഉണ്ടായിരുന്നു, ഒരു വോൾട്ടിംഗ് ഹോസ് ഉണ്ടായിരുന്നു, ഊഞ്ഞാലുകൾ, സ്വിങ്സ് ഉണ്ടായിരുന്നു. ഹി വാസ് ഏബിൾ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അവന് സാധിച്ചു. ഹി വാസ് ഏബിൾ ടു ലേൺ ലാംഗ്വേജ്, അതുപോലെ ഭാഷ പഠിക്കാൻ സാധിച്ചു, ജോഗ്രഫി, നമ്പേഴ്സ് ആൻഡ് എൻജോയ് ഡെലീഷ്യസ് ഫുഡ് ആൻഡ് നാപ്പ്. അതുപോലെ നല്ല ഫുഡ്, അതുപോലെ നല്ല റെസ്റ്റ് എല്ലാം അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞത്. I proceeded a few steps, then came to a startled halt. Why was the narrator startled? അപ്പോൾ കുറച്ചടികൾ മുന്നോട്ട് പോയി പെട്ടെന്ന് അതിശയിച്ച് അവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നറേറ്റർ അത്ഭുതപ്പെട്ടത്? ഉത്തരം, the narrator was startled because there were so many changes. The street was no more lined with gardens. അവിടെ ഒരുപാട് മാറ്റങ്ങൾ അല്ലേ. അതായത് ആ സ്കൂളിനകത്ത് കയറി വൈകുന്നേരം പുറത്തിറങ്ങുന്ന നമ്മുടെ നറേറ്റർ കാണുന്നത്, കയറുന്ന ടൈമിൽ രാവിലെ കണ്ട ഗാർഡൻസ് അവിടെ ഇല്ല. അതിന് പകരം ഇറ്റ് വാസ് ഫുൾ ഓഫ് പീപ്പിൾസ് ആൻഡ് വെഹിക്കിൾസ്. അവിടെ ഒരുപാട് ആളുകളും വാഹനങ്ങളും മാത്രം. ദർ വർ റബ്ബിഷ് ഹീപ്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി സ്ട്രീറ്റ്. മാലിന്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും അടിഞ്ഞുകൂടിയിരിക്കുന്നു ആ സ്ട്രീറ്റിൻ്റെ. എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് വർ ഗോൺ. അവിടെ ഉണ്ടായിരുന്ന പാടങ്ങളും ഫീൽഡും ഇല്ല ഇപ്പോൾ. ഹൈ ബിൽഡിങ്സ് ഫോർ എവ്രിവർ. എല്ലാവരുടെയും വലിയ വലിയ ബിൽഡിങ്ങുകൾ മാത്രം. നോയ്സ് ഷുക്ക് ദ എയർ. പൊല്യൂഷൻ, നോയ്സ്, സൗണ്ട് എല്ലാവരുടെയും. എ ബാൻഡ് വാസ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. പിന്നെ അതുപോലെ അവിടെ ഒരു സർക്കസ് വരാൻ പോകണു എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റുമായി ഒരു ബാൻഡ് ഇറങ്ങിയിട്ടുണ്ട്. ദർ വാസ് ദ ഷ്രീക്ക് ഓഫ് ദ സൈറൻ ഓഫ് ഫയർ എൻജിൻ. പിന്നെ ഫയർ എൻജിൻ പോകുന്നതിൻ്റെ സൗണ്ട്. എ ട്രക്ക് വാസ് ക്യാരിങ് സോൾജേഴ്സ്. സോൾജേഴ്സിനെ ക്യാരി ചെയ്ത് പോകുന്ന ഒരു ട്രക്ക്. ഇത്രയുമായിരുന്നു കണ്ടത്. അടുത്ത ചോദ്യം, വൈ ഈസ് ദ നറേറ്റർ ഫ്രസ്ട്രേറ്റഡ് വൈൽ വെയിറ്റിംഗ് അറ്റ് ദ ക്രോസ് റോഡ്സ്? റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നറേറ്റർ നിരാശനായത് എന്തുകൊണ്ടാണ്? ഫ്രസ്ട്രേറ്റഡ് ആയി. ആൻസർ, the narrator is frustrated while waiting at the crossroads because he is not able to cross the street. എന്തുകൊണ്ടാണ് അവന് സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല? as the vehicles are passing up and down without any break. അപ്പോൾ എന്താണ്, വെഹിക്കിൾസ് ബ്രേക്ക് ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അടുത്ത ചോദ്യം, ഹൂ ഓഫേഴ്സ് ടു ഹെൽപ്പ് ദ നറേറ്റർ ക്രോസ് ദ സ്ട്രീറ്റ്? ഹൗ ഡസ് ഹി അഡ്രസ് ദ നറേറ്റർ? വൈ ഡസ് ഹി അഡ്രസ് ഹിം സോ? അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് സഹായവുമായിട്ട് മുന്നോട്ട് വരുന്നത്? എന്തു പറഞ്ഞാണ് അവൻ വിളിക്കുന്നത് ഇയാളെ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഇതാണ് ചോദ്യം. ഉത്തരം വരുന്നത്, a young boy employed at the ironing shop on the corner helps the narrator cross the street. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അയൺ ചെയ്ത് കൊടുക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു യങ് ബോയ്, ഒരു പയ്യൻ വന്നു. അവൻ ഈ ഒരാളെ വിളിക്കുന്നത്, നമ്മുടെ നറേറ്ററിനെ എന്ത് പറഞ്ഞാണ് വിളിക്കുന്നത്? ഗ്രാൻഡ് പ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഹി അഡ്രസ്സസ് ഹിം സോ ബിക്കോസ് ദ നറേറ്റർ ഈസ് നൗ ആൻ ഓൾഡ് മാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ നറേറ്റർ ഇപ്പോൾ ഒരു വയസ്സായ ആളായി മാറിക്കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഗ്രാൻഡ് പ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഡസ് ദ സ്റ്റോറി കൺവേ ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ദ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു എ സെക്കൻഡ് ചൈൽഡ്ഹുഡ്? ഡിസ്കസ്. ഇത് സമയത്തിൻ്റെ പോക്കും കുട്ടിക്കാലത്തു നിന്നും രണ്ടാമത്തെ കുട്ടിക്കാലത്തിലേക്കുള്ള മാറ്റവും കാണിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. The story certainly conveys the passage of time and the transition from childhood to a second childhood. അത് തന്നെയാണ്. സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഓൾഡ് ഏജ് ആണ്. നമ്മളുടെ വയസ്സാവുന്ന കാലത്തിനെയാണ് ഇവിടെ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇനീഷ്യലി വി സീ ദ നറേറ്റർ ആസ് എ ബോയ്. ആദ്യം നമ്മളിവിടെ നമ്മുടെ കഥാകാരനെ, നറേറ്ററിനെ ഒരു പയ്യനായിട്ടാണ്, ഒരു ബോയ് ആയി കാണുന്നു. അവൻ്റെ അച്ഛൻ ടേക്കൺ ബൈ ഹിസ് ഫാദർ ടു ദ സ്കൂളിലേക്ക് അച്ഛൻ കൊണ്ടുവിടുന്നു ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്. നൗ വി സീ ഹിം ആസ് എൻ ഓൾഡ് മാൻ. ലാസ്റ്റ് നമ്മൾ കാണുന്നത് അതേ നറേറ്ററിനെ തന്നെ ഒരു വയസ്സായ ആളായിട്ടാണ്. അൺഏബിൾ ടു ക്രോസ് ദ ബിസി സ്ട്രീറ്റ്.
അതായത് സ്ട്രീറ്റിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ബിസിയസ്റ്റ് തിരക്കുള്ള ആ ഒരു റോഡ് മുറിച്ച് കടക്കാൻ പാടുപെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരു ഓൾഡ് മാൻ ആയിട്ടാണ് ഇതിൻ്റെ അവസാനത്തിൽ ഈ നറേറ്റർ പ്രത്യക്ഷപ്പെടുന്നത്. How does the changing landscape and surroundings represent the narrator's displacement and confusion എന്നാണ്. In the beginning we see the street lined with gardens on both sides. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം ചോദിച്ചാൽ മാറിയ ഭൂപ്രകൃതിയും ചുറ്റുപാടുകളും എങ്ങനെയാണ് ഈ നറേറ്ററുടെ മനസ്സിൽ അകൽച്ചയും ആശയക്കുഴപ്പമൊക്കെ സൃഷ്ടിക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിൽ ഈ കുട്ടിയെ സ്കൂളിലോട്ട് ആക്കാൻ പോണ ടൈമിൽ കാണുന്നത് എന്താണ്? ഗാർഡൻസ് ആണ്. സ്ട്രീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പൂന്തോട്ടങ്ങളാണ്. ഓൺ ബോത്ത് സൈഡ്സ് ദർ വർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് വിത്ത് ക്രോപ്സ്. ഒരുപാട് കർഷക വിളകളൊക്കെ കാണുന്ന പാടങ്ങൾ കണ്ടു. പ്രിക്ലി പിയേഴ്സ്, ഹെന്ന ട്രീസ് ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ് എല്ലാം കാണുന്നുണ്ട്. ബട്ട് നൗ ദ സ്ട്രീറ്റ് ഇസ് നോ മോർ ലൈൻ വിത്ത് ഗാർഡൻസ്. പക്ഷേ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് കാണുന്നത് അവിടെ ഗാർഡൻസ് ഇല്ല. പകരം ഇറ്റ് ഈസ് ഫുൾ ഓഫ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ്. മൊത്തം ആളുകളും വെഹിക്കിൾസും മാത്രം. ദർ ആർ റബ്ബിഷ് ഹീപ്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും കൂമ്പാരമായിട്ട് എന്താണ്? മാലിന്യങ്ങൾ. ദ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് ആർ ഗോൺ. ആ ഫീൽഡുകൾ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഹൈ ബിൽഡിങ്സ് ആർ എവറിവേർഡ്. എല്ലാവരുടെയും എന്താണ്? ബിൽഡിങ്ങുകൾ മാത്രം. നോയ്സസ് ഷേക്ക് ദ എയർ. എല്ലാവരുടെയും സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, നോയ്സസ് എയറിൽ. എ ബാൻഡ് ഇസ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. അപ്പോൾ ഒരു ബാൻഡ് അനൗൺസ് ചെയ്യാണ് സർക്കസ് വരാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച്. ദർ ഇസ് എ ഷ്രീക്ക് ഓഫ് ദ സൈറൻ ഓഫ് എ ഫയർ എൻജിൻ. ഫയർ എൻജിൻ്റെ സൗണ്ട്. എ ട്രക്ക് ഇസ് ക്യാരിങ് സോൾജേഴ്സ്. ഒരു ട്രക്ക് സോൾജേഴ്സിനെ വഹിച്ചു കൊണ്ട് പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. 11 ക്വസ്റ്റ്യൻസ് ആണ്. 12 വരുന്നത് there is no reference to the name of the character or the locale of the story. What could be the reason for this? ഇവിടെ ഈ കഥയിൽ കഥാപാത്രങ്ങളുടെയോ സ്ഥലത്തിൻ്റെയോ പേരുകളൊന്നുമില്ല. എന്തായിരിക്കും ഇതിന് കാരണം? ഉത്തരം, the reason for this is that this might be the experience of all the human beings. അതിനുള്ള കാരണം ഇത് എല്ലാ മനുഷ്യൻ്റെയും ഒരു എക്സ്പീരിയൻസ് ആകാവുന്ന ഒരു സ്റ്റോറി ആയിരിക്കാം. The changes that takes place during one's lifetime. ഒരാളുടെ ജീവിത കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഈസ് സോ അമേസിങ് ആൻഡ് അൺബിലീവബിൾ. വളരെ അത്ഭുതകരവും വിശ്വസിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള മാറ്റങ്ങളാണ് അല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ ഒരു പേഴ്സണെയോ ഒരു സ്ഥലത്തെയോ കുറിച്ചുള്ളതല്ല. അടുത്തത് 13 ക്വസ്റ്റ്യൻ. ദ സ്റ്റോറി ഹാഫ് എ ഡേ ബിഗിൻസ് വിത്ത് ദ പോർട്രയൽ ഓഫ് എ സെൻട്രൽ ക്യാരക്ടർ ഹോൾഡിംഗ് ഫാദേഴ്സ് ഹാൻഡ് ആസ് ഹി സ്റ്റാർട്ട്സ് ഹിസ് ലൈഫ് ജേർണി. അപ്പോൾ തുടക്കത്തിൽ അവൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് പ്രധാന കഥാപാത്രം അവൻ്റെ ജീവിതയാത്ര തുടങ്ങുന്നതാണ് കാണിക്കുന്നത്. വെൻ ദ സ്റ്റോറി എൻഡ്സ് ഹി ഈസ് ഹോൾഡിംഗ് ദ ഹാൻഡ് ഓഫ് എ ബോയ്. കഥ അവസാനിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ ഒരാൾ വാർദ്ധക്യത്തിലെത്തി ഒരു കുട്ടിയുടെ കൈ പിടിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നോക്കുന്നു അല്ലേ. ഡു യു തിങ്ക് ദീസ് ആക്ഷൻസ് സിംപലൈസ് സം എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്? നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് മനുഷ്യൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളാണോ, ആസ്പെക്ട്സ് ആണോ, മനുഷ്യജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളുടെ പ്രതീകമാണോ? ഈസ് എ നറേറ്റർ ഹാപ്പി ഇൻ ബോത്ത് സിറ്റുവേഷൻ? രണ്ട് സിറ്റുവേഷനിലും ഈ നറേറ്റർ ഹാപ്പി ആണോ? വൈ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. These actions symbolize that human beings need help when they are very young. അപ്പോൾ ഈ ആക്ഷൻസ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് എന്നും സഹായം വേണം. നമ്മൾ ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ആരുടെയെങ്കിലും സഹായം വേണം അല്ലേ. ആൻഡ് ഓൾസോ വെൻ ദേ ആർ വെരി ഓൾഡ്. പിന്നെ നമ്മൾ വാർദ്ധക്യത്തിൽ വയസ്സാവുമ്പോഴും നമുക്ക് സഹായം വേണം. വെൻ ദേ ആർ വെരി യങ് ദേ നീഡ് ഹെൽപ്പ് ടു ഗ്രോ പ്രോപ്പർലി. നല്ല ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് വളരാൻ നമ്മൾക്ക് പാരൻസിൻ്റെയും മറ്റുള്ളവരുടെയും സഹായം വേണം. വെൻ ദേ ആർ ഓൾഡ്, നമ്മൾ വയസ്സായി കഴിയുന്ന സമയത്ത് ദേ നീഡ് ഹെൽപ്പ് ആസ് ദെയർ സെൻസസ് ഗെറ്റ് വീക്ക്. നമ്മുടെ കണ്ണും ചെവിയും ഒക്കെ വീക്കാവും. നമുക്ക് കണ്ണ് നേരെ കാണില്ല, ചെവി നേരെ കേൾക്കില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നം വരുമ്പോഴും നമുക്ക് എന്ത് വേണം? കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല, അപ്പോഴും സഹായം വേണം. ആൻഡ് ആർ അൺഎബിൾ ടു ഡു മെനി തിങ്സ് ദംസെൽസ്. സ്വയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ആകും. ദ നറേറ്റർ ഈസ് നോട്ട് ഹാപ്പി ഇൻ ബോത്ത് സിറ്റുവേഷൻ. രണ്ട് സിറ്റുവേഷൻസിലും നറേറ്റർ ഹാപ്പി അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയുള്ളത് ആക്ടിവിറ്റീസ് ആണ്. കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.